ഹായ് ഫ്രണ്ട്സ്, മിട്ടൂസ് വ്ലോഗ്സിൻ്റെ ആദ്യ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന എന്നാൽ തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ സ്ഥലങ്ങളിലേക്കാണ്. നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരിക്കും, ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പോകുന്ന വഴിക്കുള്ള ഒന്ന് രണ്ട് സ്ഥലം എന്ന് വെച്ചാൽ നെട്ട, അതുപോലെ ചിറ്റാർ ഡാം, ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. അത് കുറെ പേർക്ക് അറിയാവുന്ന സ്ഥലമാണ്, ഒരുപാട് പേര് പോയിട്ടുള്ളതാണ്. ഞാൻ തന്നെ മുന്നേ പോയിട്ടുള്ളതാണ് ഒന്ന് രണ്ട് വട്ടം. പക്ഷെ അത് കുറെ പേർക്ക് അറിയത്തില്ല ആ സ്ഥലത്തിനെ കുറിച്ച്. നല്ല കാണാനൊക്കെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മുടെ യാത്ര ഇന്ന് അങ്ങോട്ടാണ്. അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കാം. ഗായ്സ്, നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് 2-3 വഴികളുണ്ട്. മെയിനായിട്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കാര്യം വെറും 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ നെട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നേരെ അവിടെ നിന്ന് വരുന്നവർ ഒന്നുകിൽ ഗൂഗിൾ മാപ്പ് തന്നെ യൂസ് ചെയ്യുക. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ഈ സ്ഥലം. NETTA നെട്ട എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ലൊക്കേഷനൊക്കെ കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ ട്രിവാൻഡ്രത്തു നിന്ന് വെള്ളറട വരിക. വെള്ളറടയിൽ നിന്ന് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് ഒരു റോഡ് തിരിയുന്നുണ്ട്. അത് കുരിശുമല റോഡാണ്. ആ കുരിശുമല റോഡ് കയറി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം പാസ് ചെയ്താണ് ആ റോഡ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളറട ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഇനി അധികം ദൂരമില്ല നമുക്ക് നമ്മുടെ നെട്ടയിലോട്ട്. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ, മാക്സിമം ഒരു 7 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. വെള്ളറട കഴിഞ്ഞ് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് റോഡ് തിരിയും. അതായത് കുരിശുമല റോഡാണ്. ഇവിടെ കുരിശുമല ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് കുറച്ച് കാണാൻ. കാര്യം ഇവിടുന്ന് അങ്ങോട്ട് ഇനി തമിഴ്നാടിന്റെ സ്ഥലങ്ങളാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തമിഴ്നാടിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ ടച്ച് ചെയ്താണ് നമ്മളിപ്പോ. നമ്മളിപ്പോൾ ഏകദേശം ഈ നെട്ട സ്ഥലത്തേക്ക് എത്താറായി. ഏകദേശം ഒരു 2 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കന്യാകുമാരി ഡിസ്ട്രിക്ട് പോലീസ് വെൽക്കംസ് യു, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, വെയർ സീറ്റ് ബെൽറ്റ്സ്, അങ്ങനെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ ബോർഡറാണ് ഈ സ്ഥലം. നമ്മളിപ്പോൾ ആ നേരെ കാണുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ട് ഇവിടെ. ഈ തമിഴ്നാട് ബോർഡറാണ് ഇതിപ്പോ. ഹോട്ടൽ അക്ഷയപാത്രം കാണാൻ പറ്റുമായിരിക്കും. ഇത് ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ 5 സ്റ്റാർ ഫെസിലിറ്റി എന്നുള്ളൊരു ഹോട്ടലല്ല, പക്ഷെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. നമ്മളിപ്പോൾ അവിടെ ഇറങ്ങുന്നില്ല കഴിക്കാനായിട്ട്. പക്ഷെ അത് പറഞ്ഞതേ ഉള്ളൂ, കഴിക്കണം എന്നുള്ളവർക്ക് അതൊരു നല്ലൊരു ഹോട്ടലാണ്, നല്ലൊരു ഓപ്ഷനാണ്. ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. എന്നാൽ അധികം റേറ്റും ഇല്ലാത്തൊരു ഹോട്ടലാണ്. ഇതിപ്പോ നമ്മള് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ആണ്, ബോർഡറാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് തമിഴ്നാട് സർക്കാരിന് കോവിഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ചെക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ, ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് വന്ന ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് ഒന്ന് കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് ആ നെട്ടഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ഫ്രീ ആയിരുന്നു. റിസൾട്ട് ഒന്നും തന്നിട്ടില്ല, അത് നമുക്ക് ഫോണിൽ മെസ്സേജ് ആയിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് ആക്ച്വലി നല്ല വ്യൂസ് ഉള്ളത്. ഇതൊക്കെയാണ് നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണിത്. ഈ കാണുന്നതെല്ലാം ചിറ്റാർ ഡാം സൈറ്റാണ്. ഇത് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പാറക്കെട്ടും മലനിരകളും ഒക്കെയാണ്. പിന്നെ അതെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഡാം സൈറ്റാണ്. ചിറ്റാർ ഡാമാണ്, ഇതിൻ്റെ അപ്പുറം വരുന്നത് ചിറ്റാർ ഡാമാണ്. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതിന് മുന്നേ കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമുക്കൊരു മൈൻഡിന് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലമാണ്. കാര്യം അത്രയും ബ്യൂട്ടിഫുള്ളാണ് കാണാനൊക്കെ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നതൊരു ചെറിയൊരു ഹോട്ടലാണ്. നമ്മൾ നേരത്തെ അക്ഷയപാത്രം എന്നൊരു ഹോട്ടൽ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിൽ വരുന്ന ആൾക്കാർ ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. അതേ ആ കാണുന്ന ഒരു ചെറിയ ഹോട്ടലാണ്. നമ്മളിപ്പോൾ ഇന്ന് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണാം, എന്നാലും ഒന്ന് പറയാം. കുറച്ച് മീനിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കപ്പ, അതുപോലെ ഊണ്, അങ്ങനെ കുറച്ച് ഡിഷസൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്ക് നല്ല നാടൻ ഫുഡ് നമുക്ക് ലൈവായിട്ട് മീനൊക്കെ ലൈവായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും അവിടെ നിന്ന്. അപ്പോൾ നമുക്കിനി നേരെ ആ ഹോട്ടലിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. അപ്പോൾ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ ആ ഹോട്ടൽ, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവരുടെ പെർമിഷൻ ചോദിക്കണം. അവിടുത്തെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ. ചെറിയൊരു ഹോട്ടലാണ്, അനിത നാടൻ ഭക്ഷണശാല എന്നാണ് അതിൻ്റെ പേര്. ഈ ഇടത് സൈഡിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. സാറ്റർഡേ ആണെങ്കിൽ പോലും നല്ല തിരക്കുണ്ട്. സാധാരണ സൺഡേസിലാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത്. പക്ഷെ ഇന്ന് സാറ്റർഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ട്. നമ്മൾ സൺഡേസിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് നേരം ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ. കാര്യം ഫുള്ള് ഫാമിലി തന്നെയാണ് ഇവിടെ കയറുന്നത്. ഫ്രാൻസ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ മീനിൻ്റെ വെറൈറ്റീസ്. ഈ ആദ്യം കാണുന്ന മീൻ റെഡ് ബെല്ലിയാണ്. ഇപ്പോൾ കാണുന്നത് സിലോപ്പിയ. ഈ കാണുന്ന കട്ട് പീസ് രോഹു ആണ്. ഈ റെഡ് ബെല്ലിയുടെ ഇപ്പോൾ കാണുന്ന മീൻ ഏകദേശം 2 കിലോ വെയിറ്റ് ഉള്ളതാണ്. ഇതിന് മുകളിൽ വെയിറ്റ് ഉള്ളതും സൺഡേസിലൊക്കെ അവൈലബിൾ ആണ്. പക്ക നാടൻ രീതിയിലുള്ള പാചകമാണ് കേട്ടോ ഇവിടെയെല്ലാം. വേറെ ഗ്യാസ് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഫുള്ള് വിറകടുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ രുചിയാണ് ഇവിടുത്തെ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ ആ കയറിയ ഹോട്ടലിൻ്റെ പുറകുവശം.
നമ്മളിപ്പോൾ ആ ഹോട്ടലിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം, ഇവിടെ വന്നിരുന്ന് കഴിക്കാം. ഈ ഒരു പറങ്ങിയാവുണ്ട്, അതിൻ്റെ മൂട്ടിൽ വന്നിരുന്ന് നമുക്ക് കഴിക്കാം. ഭയങ്കര ഇതിപ്പം നമ്മൾ വന്നേക്കുന്ന ഉച്ച സമയമാണ്, പക്ഷേ കുറച്ച് വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിയാണ് സ്ഥലം കാണാൻ. കാര്യം നമുക്ക് ആ എൻഡ് വരെ നമുക്ക് പോകാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇന്നിപ്പം സാറ്റർഡേ ആണ് ഞങ്ങൾ വന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്ന് വേണം പറയാം. സാധാരണ ഞങ്ങൾ സൺഡേസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള് ആൾക്കാർ ഫുഡൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കും. വൈകുന്നേരമാണ് ഏറ്റവും ബെസ്റ്റ്. വൈകുന്നേരമാണ് ഇവിടെ. ഒന്നുകിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഇവിടെ വരെ നമുക്ക് ഫുഡ് കൊണ്ടുവച്ചിട്ട് കഴിക്കാം. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തറയിൽ വിരിച്ചിട്ട് ഇവിടെ ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുല്ല് തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് അവിടെ ഇരിക്കാം. ഈ സ്ഥലം മൊത്തം നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അത്രയും മനോഹരമാണ്. പക്ഷേ മാക്സിമം ഉച്ച സമയം ഒഴിവാക്കിയിട്ട് വൈകുന്നേര സമയത്ത് ഇറങ്ങുന്നത്, ഇല്ലെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ എപ്പോഴും വന്നാലും ഫുഡ് ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. ഞങ്ങൾ അധികം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, 2 പേരെ ഞങ്ങൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കപ്പ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്ലേറ്റ് നിറച്ചുണ്ട്. അത്യാവശ്യം 2 പേർക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 1 കപ്പയും 2 മീനിൻ്റെ പീസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ കപ്പയ്ക്ക് മീനിൻ്റെ കറി അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ 2 എന്തായാലും എത്തിയിട്ടുണ്ട്. മീൻ കണ്ടാൽ തന്നെ അറിയാം, നല്ല കിടിലൻ മീനാണ്. കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സൈസുണ്ട് മീൻ, കണ്ടോ? അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ്. ഇതെന്ന് വെച്ചാൽ ആറ്റുമീനാണ് ഫുള്ള്. ഇവിടെ നമുക്ക് അല്ലാതെ ചൂര, നെത്തോലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇത് ഫുൾ ആറ്റുമീനാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. ഈ മീനിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ രോഹു എന്നാണ്. രോഹുവിൻ്റെ കട്ട് പീസാണ്. ഇതിന് ഫുള്ളുണ്ട്. ഫുൾ നല്ല ലെങ്തൊക്കെ ഉള്ള മീനാണ്. നല്ല ഏകദേശം ഒരു 2 കിലോയ്ക്ക് മുകളിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ 1 കിലോ 1.5 കിലോ ആ ഒരു റേഞ്ചിലുള്ള മീനാണ്. പക്ഷേ ഇത് നമ്മൾ കട്ട് പീസാണ് എടുത്തേക്കുന്നത്, 2 പീസ്. നമുക്ക് കഴിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല കിടിലൻ ഫുഡായിരുന്നു. മസാലയൊക്കെ പറ്റി കുറേ നേരം വച്ചതിന് ശേഷം നമ്മൾ ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നതാണ്. കപ്പയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു വലിയ പ്ലേറ്റ് നിറയെ ഉള്ളതുകൊണ്ട് 2 പേർക്ക് 1 കപ്പ ധാരാളം. ഒരു 4-5 പേരൊക്കെ വരണമെങ്കിൽ 2-3 കപ്പയോ അത് മതി. അഫോർഡബിൾ റേറ്റാണ്, വലിയ റേറ്റ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഹോട്ടലിൽ കഴിക്കുന്നതെന്ന് 10-20 രൂപ കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ അടുത്ത സ്ഥലത്തേക്കാണ്. അപ്പോൾ ബാക്കി നമുക്ക് പോകും വഴി കാണാം. ഓക്കെ. ഇനി പോകുന്നതെന്ന് വെച്ചാൽ ചിറ്റാർ ഡാമാണ്. ചിറ്റാർ ഡാം ഇവിടുന്ന് ഈ കാണുന്നതെല്ലാം ചിറ്റാർ ഡാമിൻ്റെ ഡാം സൈറ്റുകൾ തന്നെയാണ്. ചിറ്റാർ ഡാം ഈ മെയിൻ റോഡാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ ചിറ്റാർ ഡാം എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ, ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. വണ്ടികളിലും നമ്മുടെ മിക്കവാറും ഉള്ള എല്ലാം കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഏകദേശം ഈ ചിറ്റാർ ഡാമിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഈ ഒരു ലെഫ്റ്റ് ഉണ്ട്. ഈ ലെഫ്റ്റ് റോഡ് കയറി പോകുന്നതാണ് നേരെ ചിറ്റാർ ഡാമിലേക്കാണ് പോകുന്നത്.
ഇപ്പോൾ നമ്മൾ ചിറ്റാർ ഡാമിലേക്കുള്ള വഴിയാണ്. കുറച്ച് മോശപ്പെട്ട വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഉള്ളിലേക്കാണ് ഈ ഡാം ഉള്ളത്. ഈ നേരെ കാണുന്നതാണ് ചിറ്റാർ ഡാം. ചിറ്റാർ ഡാമിൻ്റെ മെയിൻ ഗേറ്റാണ് ആ കാണുന്നത്. ആ ഡാമിൻ്റെ മെയിൻ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ആ സൈഡിലൊരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. നമുക്ക് അതുവഴി ഉള്ളിൽ കയറി പോകാൻ പറ്റും. അപ്പോൾ ഇനി ഞങ്ങളിവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് തരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഡാമിൻ്റെ ഗേറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. ഡാമിൻ്റെ സൈഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. പക്ഷേ അതുവരെ കാണാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇപ്പം ഞങ്ങൾ കറക്റ്റ് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ വെയിലിൻ്റെ കാഠിന്യമൊന്നും അറിയത്തില്ല. കാര്യം അതിനുമാത്രം നല്ല കാറ്റുണ്ട് ഇതിൻ്റെ മുകളിൽ. പക്ഷേ വൈകുന്നേരം സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൊരു ഫീലായിരിക്കും ഇവിടെ. കാര്യം ചൂടൊട്ടും കാണത്തില്ല, എന്നാൽ നല്ല കാറ്റ്, നല്ല ഒരു വൈകുന്നേരം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂഡാണ്. പക്ഷേ ഞങ്ങളിപ്പം വേറെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളതുകൊണ്ട് രാവിലെ ഇറങ്ങി ഉച്ചയായപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് ഈ ഡാം അങ്ങ് എൻ്റെ എത്തണ വരെ കുറേ ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട് നടക്കാനായിട്ട്. ഗായ്സ്, ഇതാണ് നമ്മുടെ ചിറ്റാർ ഡാം സൈറ്റാണ് ഈ കാണുന്ന. ഫുള്ള് നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ എന്ന് കഴിഞ്ഞാൽ. നമുക്കിവിടെ കുറേ നേരം നല്ല എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടും. അവിടെ നിന്ന് ഏകദേശം നടന്ന് നമ്മൾ ഈ ഡാമിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ വരെ പോകാനായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം നമ്മൾ നടക്കാനുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ. പക്ഷേ ആ നടക്കുമ്പോൾ സമയത്തെല്ലാം നമുക്ക് നമ്മുടെ 4 ചുറ്റിനും കിടിലം വ്യൂസാണ്. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം, ഡാം, മലനിരകൾ, അത് കണ്ടോ, അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പാണ് അവിടെ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ താഴെ തെങ്ങും തോപ്പുണ്ട്, പിന്നെ വാഴക്കൃഷിയുണ്ട്, അതുപോലെ തന്നെ നിറയെ മരം, കാട്, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് വലിയ വെയിലില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ കുറേ നേരം, ഏകദേശം ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയും കിടിലം, നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടും. നല്ല കാറ്റും ഒക്കെയാണ് ഇവിടെ. ആ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വള്ളമൊക്കെ ഉണ്ട്, നമുക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട്. ഇപ്പം നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. പക്ഷേ അവിടെ വള്ളത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ ചിറ്റാർ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത് പോകുന്നത് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസിലോട്ടാണ്. അപ്പം ഇവിടുന്ന് നമ്മുടെ ഈ ചിറ്റാർ ഡാമിൽ നിന്ന് കറക്റ്റ് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ തൃപ്പരപ്പിലോട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ.
അപ്പോൾ അത് എല്ലാം കവർ ചെയ്ത് നമുക്ക് നേരെ തൃപ്പരപ്പിലോട്ട് പോവാം.